അല്ലളിയാ, നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇവനെ കാണുന്നില്ല. അളിയാ അളിയാ, നിനക്ക് ഇവിടെ നല്ല അടിമപ്പണിയാണെന്നുള്ള പറയേണ്ട വെച്ചാൽ നല്ല കട്ടപ്പണിയാ. വിളിച്ച കാര്യം പറ. ചുമ്മാ എടാ, ഞാൻ നിന്നെക്കൊന്ന് കാണാനായിട്ട് മിസ് ചെയ്യുന്നടാ. പിന്നെ എടാ, ഇവനെ നമ്മളെ കൊണ്ടെന്തോ കാര്യണ്ട് ഇവിടെ. അജി, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? പിന്നല്ലാണ്ട് ഈ പടത്തിന്റെ പൂജയ്ക്ക് വന്നോട്ടെന്ന് ചോദിച്ചപ്പോ നീ നൈസായിട്ട് തേച്ചല്ലടാ നീ. അതൊക്കെ വിടും, ഇന്നലെ സത്യം പറ, കേൾക്കാൻ കൊതിയോ. നിങ്ങൾ രണ്ടുപേർക്കും ഈ സിനിമയിൽ നല്ല റോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴേ. അതെ. എടാ, ഞാൻ റെഡിയാണ്. ആണോ? എനിക്ക് കലാവാസന ഉണ്ടല്ലോ. പിന്നെ ഇപ്പം സംവിധായകരും തിരക്കഥാർത്ഥികളൊക്കെ അഭിനയിക്കുന്ന ഒരു സീസണാണ്. അല്ല, പക്ഷേ ഇവന്റെ മറ്റേ ഓഡീഷനൊക്കെ കണ്ടിട്ടില്ലല്ലോ നീ? കണ്ടിട്ടുണ്ടോ മറ്റേ സാധനം? കണ്ടാണത്? ആക്ച്വലി നിന്നേക്കാൾ ഇവനാണ് ചേർച്ച റോളിന് കേട്ടാ. അതെന്ത് റോള്? എടാ, ഇത് മലയാള സിനിമയിൽ ഇതുവരെ ആരും ചെയ്യാത്ത റോളാണ്. പിന്നല്ലേ, ഇത് മലയാള സിനിമയിൽ ഭയങ്കര വലിയ തുടക്കമായിരിക്കും. എടാ, എന്നത് അവിടെ വിളിക്കുന്നുണ്ട്. ഒരു പണി, ഞാൻ ഷോർട്ട് ആകുമ്പോഴത്തേക്കും പറയാം. അതുവരെ എവിടെയും പോവരുത്. പിന്നെ ഒരു കാര്യം, രണ്ടുപേരോടും കൂടി ആയിട്ട്, ഇവിടെ അടിമപ്പണിയാണെങ്കിലും എനിക്കിവിടെ കുറച്ച് വിലയും നിലയൊക്കെ ഉണ്ട്. അത് നശിപ്പിക്കരുത്. ഓക്കെ? അതെ, ഞങ്ങൾ റോള് വരാത്തല്ലേ. നമുക്ക് പോയി പരിചയപ്പെട്ടാലോ? ഐഡിയാസ് ഗുഡ്, പക്ഷേ നമ്മൾ പോയി പരിചയപ്പെട്ട നമ്മുടെ വില പോകൂലേ? ഓ അല്ലേ, ഇപ്പൊ നമുക്ക് കൊട്ടക്കണക്കിന് വില ആണല്ലോ. നീ വന്നേ, വാങ്ങണം. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചു, എന്റെ രക്ഷയില്ല. ഹായ് 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 ഹായ്. ഹായ്. എനിക്ക് മനസ്സിലായില്ല, ക്രൂവിലുള്ളതാണോ? അയ്യോ, ഞങ്ങള് ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടറില്ലേ, അവിനാഷ്. അവിനാഷിന്റെ ഫ്രണ്ട്സ് ആണ്, ക്ലോസ് ഫ്രണ്ട്സ്. ഓ, ഞാൻ DIG, ഇത് സാംസൺ. സൺ. ഞാൻ അവിനാഷിനെ കുറച്ചു മുമ്പ് കണ്ടുള്ളൂ. നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല? ഇല്ല. അവൻ പണ്ട് എങ്ങനെയാണവൻ മറന്നുപോയതായിരിക്കും. എന്ത് ചെയ്യുന്നു? എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. ഓക്കെ. ഞാന് ആധാരം എഴുത്താണോ? അല്ല, റൈറ്ററാണ്. ഓഹോ, ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും പറയൂ. എന്റെ ദൈവമേ, ഇപ്പൊ ഞാൻ വിരലും കൂടെ വെണ്ടയ്ക്കയുടെ കൂടെ അരിഞ്ഞിട്ടേനെ. എന്താ രാവിലെ പോന്നെ? ഇന്നെന്താ സ്പെഷ്യല്? ഓ, ഇന്നൊന്നുമില്ല, അവിയല് സാമ്പാർ മാത്രമേ ഉള്ളൂ. അഭിമോൻ ഇല്ലാത്തോണ്ടേ എല്ലാരും വെജിറ്റേറിയൻ ആവാനുള്ള ശ്രമമാ. ചേച്ചി നേരത്തെ ചോദിച്ചു കേട്ടില്ലേ, മോളെന്താ രാവിലെ ലക്കി വിളിച്ചിട്ട് വന്നത്, അവക്കെന്താ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടെന്ന്. അവൾ ഇതുവരെ റെഡി ആയില്ലേ? ലക്കി, ഞാൻ വന്നു, വേഗം വാ. അവളിപ്പോ 5 മിനിറ്റ് കൊണ്ട് റെഡിയാവും. നേരം വേണ്ടല്ലോ. കാത്തിരിപ്പൂ കൺമണി. ഈ ഓവറായി വേണ്ട. അടുത്ത് കൊള്ളാലോ. നെയിൽ പോളിഷ് മാച്ചല്ലോ. തന്നിട്ടതല്ലേ, വേണ്ട. ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യും? ഓ, ഇപ്പം ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ എന്തിനു വന്ന ബുദ്ധിയാ? നെയിൽ പോളിഷ് മാറ്റിയാ പോരെ. മോളെ, എടി നീ എന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? ലക്കിമോൾ ഇതുവരെ റെഡി ആയിട്ട് വന്നില്ലേ? ചേച്ചിയല്ലേ പറഞ്ഞ അവള് 5 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നു. ഞാനിപ്പോ വന്നിട്ട് എത്ര നേരം? 1/2 മണിക്കൂറായി. എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കാന്നറിയോ? നീ പറഞ്ഞപ്പോഴാ 2 ദിവസമായിട്ട് അവൾക്ക് എന്തോ ഒരു മാറ്റം ഉണ്ട്. ഒരുങ്ങി ഇറങ്ങാൻ അവൾ ലേറ്റ് ആവുന്നുണ്ട്. മോളൊന്ന് കഥകെ തട്ടി വിളിച്ചു നോക്ക്. ചെല്ലേ. എടി ലക്കി, എത്ര നേരമായി വിളിക്കണം? ഒന്ന് ഉറങ്ങി വാടി പെണ്ണേ, എനിക്ക് ഉച്ചയ്ക്ക് ഷോപ്പ് പോവാനുള്ളതാ. ലക്കി, ഇവിടെ ചത്ത. എന്റെ ഈശ്വരാ, പണി പാളിയാ. എന്തേലും കാണുന്നുണ്ടോ? ഇല്ല ചേച്ചി, ഒന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കണോ? എന്തിന്? ബേബി ചേച്ചി ഉള്ളപ്പോഴാ. നീ അങ്ങോട്ട് മാറിയെന്നേ. ചേച്ചി വേണ്ടട്ടോ ചേച്ചി, ഇതേ പണിയാവേ ചേച്ചി. നീ ഇതെപ്പോഴാ വന്നേ? കൊറേ നേരമായി.
അപ്പൊ വിളിക്കായിരുന്നില്ലേ? ഭയങ്കര ഡിഫറെന്റ് പേരാണല്ലോ, DIG. എൻ്റെ ശരിക്കും പേര് അങ്ങനെയൊന്നുമല്ല, ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. എൻ്റെ ശരിക്കുള്ള പേര് ദീപക് ഇന്ദുഗോപൻ എന്നാണ്. ഓ അതാണോ DIG? ആക്ച്വലി അതും വെറൈറ്റി പേരാണ്. ആണല്ലേ? എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കോൺട്രിബ്യൂഷൻ ആണത്. എൻ്റെ പേര് സാംസൺ ജോർജ് എന്നാണ്. അതൊരു തവണ പറഞ്ഞല്ലേ നീ. ഞാനാണ് അവിനാശ് ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിമിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഓ പക്ഷെ അവാർഡ് കിട്ടിയ എനിക്കാണ്. ആണോ? എന്താ വാർഡ്? സ്ക്രിപ്റ്റ് റൈറ്റർ. You said it. ഓ അപ്പൊ നിങ്ങളൊരു ഫുൾ സിനിമ ചെയ്യാനുള്ള ടീം ഉണ്ടല്ലോ. Yes, yes. മനസ്സിലായില്ല? അല്ല, ശ്ശെ. അവിനാശ് ഡയറക്ഷൻ, Yeah. DIG സ്ക്രിപ്റ്റ്, Yes. സാം ആക്ടിങ്. ആദ്യം പറഞ്ഞ രണ്ടും കറക്റ്റാണ്. ആക്ടിങ് വിട്ടേക്ക്. ഇവന്റെ ആക്ടിങ് കണ്ടിട്ടില്ലാത്തോണ്ടാണ്. അതൊന്നുമല്ല, എനിക്ക് പിന്നെ ബിസിനസ്സാണ് താല്പര്യം. അതുകൊണ്ട് അല്ലാതെ നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇന്നറിയാലോ എനിക്ക് അഭിനയിക്കാൻ അറിയോ അറിയില്ലെന്ന്. നിങ്ങൾ ഈ സിനിമയിൽ റോൾ ചെയ്യുന്നുണ്ടോ? Yes. ആയിരിക്കില്ല. അത് പറഞ്ഞപ്പോഴേ ഇപ്പൊ നടന്നില്ല. അവന്റെ മേക്കപ്പ് ഇച്ചിരി ഓവറല്ലേ തോന്നിയില്ല. ഇല്ല, അത് ഇതാരാണ്? കുറെ നേരമായല്ലോ. അവിനാശേ, എടാ അവിനാശേ, ആ ഒരു മിനിറ്റ്. ആ എന്താ ജീവൻ? ഇതാരാടോ ഇപ്പന്മാര്? കുറെ നേരമായല്ലോ പ്രമിതയോട് സംസാരിച്ചോണ്ടിരിക്കണത്. ഒരു സ്ക്രിപ്റ്റ് പറയാമെന്നാണ്. ആ താടി വെച്ച പുള്ളിയില്ലേ, പുള്ളിയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഏതോ ടാലന്റഡ് ന്യൂ കമറാന്ന് തോന്നുന്നു. മറ്റേത് ക്യാമറമാനാണ്. അങ്ങനെയാണല്ലേ? അവന്മാരോട് പെട്ടെന്ന് കഥ പറഞ്ഞ് പോകാൻ പറഞ്ഞേക്ക്. എനിക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിനക്ക് പുതിയൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ട്. എന്താണ്? എടി സെറ്റ് മൊത്തം കോഴികളാണ്. ആണോ? പ്രമിതയെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിലേ അത് നീ നോക്കണം. എന്നിട്ട് നീ എന്നോട് വന്ന് പറയണം. നീ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഏൽപ്പിക്കുന്നത്. നോക്കിയും കണ്ടു നിന്നെ ഞാൻ എന്റെ അടുത്ത പടത്തിലും ജോയിൻ ചെയ്യിപ്പിക്കാം. മര്യാദയ്ക്ക് അഭിനയിച്ചിട്ട് പോയിക്കൂടെ? എന്തോ കോമഡി സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. പ്രമിത ചിരിക്കുന്നുണ്ട്. ശരിയാണ്. എനിക്ക് മനസ്സിലായില്ല. അതൊന്നും അറിയില്ല. ഞങ്ങളുടെ ക്യാരക്ടർ ടഫ് ക്യാരക്ടർ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവനത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്നല്ലേ. എടി നിനക്ക് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇവിടെ? അറിഞ്ഞു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി തുഷ്ടേ, നിനക്ക് അവനെ കാണാനാണെങ്കിൽ പിന്നെ എന്തിനാടി എന്നെയും കൂട്ടിക്കൊണ്ട് വന്നേ? ഞാൻ ഷോപ്പിൽ പോയേനെ. ഇന്നാണെങ്കിൽ സാമു ഇല്ലാത്ത ദിവസം. അങ്ങനെ പറയരുത്, നമ്മളിത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോവും. ഡി അത്ര വരെ ഞാൻ പോസ്റ്റ് ആവൂലേ? ഹേയ്, എന്തേ ഒന്ന് പോലെക്കി. നീ ഇങ്ങോട്ട് വന്നേ, നമുക്കിത് അവിടെ പോയിരിക്കാം. ഇത് ഇവിടെ ഇരിക്കും. നീ അവനെപ്പോ വരൂ? ഇപ്പൊ വരും, ഒരു 10 മിനിറ്റ്. അതെ, നീ എന്റെ കയ്യിലേക്ക് ഒന്ന് നോക്കിയേ. എന്താ? മെഹന്തി ഇട്ടാലോന്ന് ആലോചിക്കാം. എന്താ കാര്യം? നല്ല ഭംഗി ഉണ്ടാവില്ലേ? അയ്യടി മോളെ, അവന്റെ അമ്മ വന്നതിന് ശേഷം പെണ്ണിന് ഇച്ചിരി ഇളക്കം കൂടിയിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ടിട്ടാ. മെഹന്തി ഇടണമെന്ന് പറഞ്ഞതിനാണോ ഇപ്പൊ? അത് മാത്രമൊന്നല്ല, ഞാൻ വീട്ടിൽ ചെന്നപ്പം ബേബി ചേച്ചിയും പറഞ്ഞു പെണ്ണിന് 2 ദിവസമായിട്ട് ഒരുക്കൊക്കെ ഇച്ചിരി കൂടുതലാണെന്ന്. എന്ത് ഭാവിച്ചാ? അത് അവന്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടായി. അതുകൊണ്ട് അവരൊന്ന് കണ്ടിട്ട് പോയിന്നല്ലേ ഉള്ളൂ. കണ്ടിട്ട് പോയെന്ന് മാത്രമൊന്നല്ല, അമ്മ പോകുമ്പോ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അർണുവിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കണേന്ന്. എന്താ അതിന്റെ അർത്ഥം? അതെ, അവന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇടണമെന്നാണല്ലോ അർത്ഥം. പോടാ, എന്റെ വീട്ടിൽ പറയണമെന്നും പറഞ്ഞു. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു. നീ പിന്നെ വാ തുറന്ന സത്യം മാത്രം പറയുന്നോണ്ട് വിശ്വസിക്കാം. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, അല്ലെങ്കിൽ തന്നെ നിന്നെ വിശ്വസിപ്പിച്ചിട്ടൊക്കെ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ നിങ്ങളുടെ ആരും. എനിക്കിപ്പോ വിശക്കുന്നു, വല്ലതും തിന്നാൻ മേടിച്ചോ? എന്റെ 10 സെന്റ് കോളോ. അയ്യടാ, അവളുടെ ഒരു 10 സെന്റും കോളം. ഇപ്പഴാ നിനക്ക് അതൊക്കെ ഓർമ്മ വന്നേ. എടി എനിക്ക് വിശക്കുന്നു, വല്ലതും തിന്നാൻ മേടിച്ചോടി. 5 രൂപയാ? എടി പൈസ തോടി. കൊണ്ടുപോയി വല്ലതും വാങ്ങി എനിക്ക് നടക്കാൻ. ബാക്കി പൈസ കൊണ്ട് തന്നെ കട്ട കോടിയുണ്ട് പ്രമിത. പ്രമിത, അതായത് ഇവൻ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചില്ലേ, അപ്പൊ മുട്ടൻ ജാടയായിരുന്നേ. പിന്നെ മറ്റേ ഐറ്റം ഇറങ്ങിയില്ലേ, അത് വന്നപ്പോഴാണ് കുറച്ച് താണത്. അവരെ ഇവന്റെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു.
ഇവൻ വിചാരിച്ച അഭിനയം കണ്ട് വലിയ മതിപ്പായിട്ടാണെന്ന്. പിന്നെയാണ് കാര്യം മനസ്സിലായത്. ഡാ, ഞാൻ നിന്റെ കാല് പിടിച്ച് എന്നെ പിടിച്ച് അഭിനയിപ്പിക്കാൻ. അതെ, ഞാൻ ഒരു സീൻ അഭിനയിച്ച് കാണിച്ചു. അത് കണ്ടിട്ടാണ് ഈ ഗോപൻ ചേട്ടൻ്റെ മോൻ എന്നോട് നായകനാകാൻ പറഞ്ഞത്. തന്തയ്ക്ക് പറഞ്ഞു. ഞാനെപ്പോഴും നിന്റെ എന്തൊക്കെ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ലേ? ഞാൻ നിന്റെ അച്ഛൻ്റെ പേര് ഗോപൻ ചേട്ടൻ മോനെ എന്നല്ലേ വിളിച്ചുള്ളൂ. എടാ, അച്ഛൻ്റെ പേര് പറയുന്നതല്ല കുഴപ്പം, ഒരു തെറി പറയുന്ന പോലെ ഇവനത് പറഞ്ഞത്. ഇല്ല ഡി ഐ ജി, അത് സാം അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ആണോ പ്രമിത? പ്രമിത പറഞ്ഞോണ്ട് ഞാനിവനെ വെറുതെ വിട്ടു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഏറെക്കുറെ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ഹോസ്റ്റൽ ഓർമ്മ വരുന്നത്. ഞങ്ങൾ പ്രമിത എത്ര സിമ്പിളാണ് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല. FB-ലൊക്കെ എന്തൊക്കെയാ പറയണേ. എന്തൊക്കെയാ പറയണേ? അല്ല, പ്രമിതയ്ക്ക് ഭയങ്കര ജാടയാണ്, ബദാം ജ്യൂസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെ. നിങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനതൊന്നും വിശ്വസിക്കാറില്ല. ഇവനെ പോലെ ചില മണ്ടന്മാരാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് കണ്ടാലും എടുത്ത് ഫോർവേഡ് ചെയ്യുക, എന്നാൽ പിന്നെ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ. അതെങ്ങനെയാണ്? ഒരു 100 ഗ്രാം ബോധം വേണ്ടേ? പിന്നെ ഇവർ കുറേ ബോധമുള്ള ആൾ എന്നാ പറയടാ. കേരളത്തിൻ്റെ ഗവർണർ ആയാലെന്ന് പറ. ഇത് പഴയതാ പുതിയതാ? പുതിയത്. പുതിയത് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. എന്നാൽ പിന്നെ പഴയ ഗവർണർ ആയാലെന്ന് പറ. പക്ഷെ പഴയതൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെച്ചാൽ എന്താ അല്ലേ? അതാരെങ്കിലും ആവട്ടെ, നിങ്ങൾ വഴക്കടിക്കായിരിക്കും. ഈ ഗവർണർക്ക് ചോദിക്കുന്ന ഇവനുണ്ടല്ലോ, നമ്മുടെ ബാബു ആന്റണി ഇല്ലേ, ബാബു ആന്റണീനെ അറിഞ്ഞൂടാ. അയ്യേ, ബാബു ആന്റണീനെ അറിയില്ലേ? അതൊക്കെ പണ്ട് എനിക്കിപ്പോൾ അറിയാം. ശരി എന്നാ ഞാൻ പോട്ടെ. പോകണോ? ഷോർട്ടായി, ബൈ. ബൈ. തീർന്നോ? വീട് തീരുള്ളൂ. ഇത് ചെറിയ പാക്കറ്റുള്ളേ. നിനക്ക് ഇതൊക്കെ ചെറിയ പാക്കറ്റ് ആയിരിക്കും. ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് ഞാൻ വേസ്റ്റ് ബിന്നിലിട്ടു. അത് രസല്ലേ? ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചു, കവർ ഇട്ടെന്ന് പറഞ്ഞേ. നിന്നെ കുട്ടിയാനാ നല്ല വിളിക്കണ്ട, വേറെ വല്ല പേരിട്ടിട്ട് വിളിക്കണം. എൻ്റെ ഒരെണ്ണം ഒന്ന് വന്നിരുന്നെങ്ക, ഇല്ലെങ്കിൽ ഈ പിശാചിനെ തിന്നാൻ വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ പൈസ മുഴുവൻ തീരും. ഡി, ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിച്ചതിനാണോ നീ ഇങ്ങനെ കണക്ക് പറയണേ? എൻ്റെ പൊന്നോ, ഞാൻ കണക്ക് പറഞ്ഞോന്നല്ല, ഇരുന്ന് മിഴുങ്ങിക്കോ. ഞാൻ വിളിച്ചോണ്ട് വന്നായി പോയില്ലേ. ഹായ്, സോറി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഹായ് ദിവ്യ. ഹായ്. ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ മാറിയിരിക്കാം. എന്തിന്? ഇവിടെ എത്ര പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ആർക്കും സംസാരിക്കാനില്ല. ഇരിക്കവിടെ. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നാ? വിളിച്ചായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാ? പറഞ്ഞു. വീട്ടിലെ പശുവിനെ കുത്തിവെപ്പിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഈ വർഷത്തെ കാര്യം അടക്കാനുണ്ടേ, ആ കാര്യം പറഞ്ഞു. അടുത്ത ആഴ്ച ഇപ്പൊ ഇതൊക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ? പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചാണകക്കുഴി ഉണ്ട്. അത് കുറച്ചുകൂടി വലുതാകുന്ന കാര്യം അമ്മ പറഞ്ഞായിരുന്നേ. പശു ഈയിടെയായിട്ട് ചാണകം വല്ലാതെ കൂടുതലിടുന്നു. എന്താ അത്ര കിണിക്കാൻ? നിന്റെ നാട്ടിലൊന്നും പശു ചാണകല്ലേ ഇടാറ്, അല്ലാണ്ട് ആനപ്പിണ്ടൊന്നുമല്ലല്ലോ. എൻ്റെ ലക്കി, അമ്മ നിന്നെ വിളിക്കാറില്ലേ? പിന്നെ എന്തിനാ എൻ്റെ വയനും കൂടിയൊക്കെ കേൾക്കാൻ നിൽക്കണേ? അമ്മ വിളിച്ചു, നിന്നെ ചോദിച്ചു, പോരെ? അതെ, ഇവളുണ്ടല്ലോ, നിന്റെ അമ്മ ഒന്ന് പോയതിനു ശേഷം നിലത്തൊന്നും അല്ല, ആളാകെ മാറിപ്പോയി. ഇപ്പൊ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ കുളിക്കാൻ കുറെ നേരം, ഒരുങ്ങാൻ കുറെ നേരം, ഇപ്പൊ ഇതാ മെഹന്തി ഇട്ടുതരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആള് റെഡിയാണ് ഇട്ടാ, പെട്ടെന്ന് കെട്ടാൻ നോക്ക്. പിന്നെ അമ്മ എന്നോട് പറഞ്ഞ് വീട്ടിൽ സംസാരിക്കാൻ. ഞാൻ ആന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് അറിഞ്ഞു ടെൻഷൻ അടിക്കണ്ട കേട്ടാ. കുറച്ച് പിടിവാശിയൊക്കെ കാണും, പക്ഷെ അറിഞ്ഞുവിനെ കാണുമ്പോ എല്ലാം ശരിയാവും. എനിക്ക് ഉറപ്പുണ്ട്. ആണല്ലേ? നമ്മുടെ കല്യാണേ വലിയ ആർഭാടം നോക്കണ്ട, പക്ഷെ ഒട്ടും കുറയ്ക്കാനും പാടില്ല. വിനോദേട്ടനും ജിൻഡോനെയും വർക്ക് ഏൽപ്പിക്കാം. പാവം, വർക്കൊന്നും ഇല്ലാണ്ടിരിക്കല്ലേ. ഇതിപ്പോ എങ്ങാനും ആവോ? കുറച്ച് സമയം എടുക്കും, ഞാൻ എന്തായാലും വിളിക്കാം. അപ്പോൾ മിക്കവാറും ഈ ലൈറ്റ് അപ്പ് പരിപാടിയൊക്കെ തീരാനായിട്ട് ഒരു അരമണിക്കൂർ എടുക്കും. പ്രമിത പോയി ഇരുന്നോളൂ. പിന്നെ അവന്മാര് ശല്യമൊന്നുമല്ലല്ലോ? ഹേ, ആക്ച്വലി അവര് വന്ന് നന്നായി. ഞാൻ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, പോട്ടെ. ശരി. ഈ പെമ്പിള്ളേരെന്താ എപ്പോഴും ആക്ച്വലി എന്ന് പറയുന്നത്? എടാ, ഇത് empty. ഞാൻ പറഞ്ഞ empty അല്ല, തകഴി. തകഴിയാ? ആരെങ്കിലും ഒരു കുഞ്ഞു ജനിച്ചാൽ തകഴി എന്നൊക്കെ പേരിടും. തകഴിന്ന് കുഞ്ഞിന്റെ പേരല്ല, പേര് ശിവശങ്കര പിള്ള. എന്താ? അവിനാശിനെ നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാം? അവിനാശിനെ ഞാനും അവിനാശും ആക്ച്വലി ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ 2 വർഷം അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ബ്രേക്ക്. അതിനുശേഷം വീട്ടിലൊന്നിച്ച് താമസിക്കാൻ പറഞ്ഞിരുന്ന ആളാണ്. വീട്ടിൽ താമസിക്കണമെങ്കിൽ ഒരു 2 വർഷം. 2 വർഷം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഞാനേ, എൻ്റെ നാട് ഇവിടെ അല്ല, ഞാൻ കണ്ണൂർ. അവിനാശിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിനാശിന്റെ വീട്ടില് അവിനാശിന്റെ വീട്ടിൽ അവിനാശിന്റെ അച്ഛൻ, അമ്മ, അമ്മ, ഓക്കെ, പിന്നെ ഒരു അനിയൻ. അനിയൻ? അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിൽ പിന്നെ അവിനാശിന് ഗേൾഫ്രണ്ട് ഉണ്ടോ?
ഇപ്പൊ തൽക്കാലം ഇല്ല. ഒരാളുണ്ടായിരുന്നത് ഇപ്പൊ ബ്രേക്കപ്പായി. പക്ഷെ ഇങ്ങനെ പോവാണെങ്കിൽ ചിലപ്പോ അധികം വൈകാതെ തന്നെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിക്കൂടായില്ല. പോണ പോക്കണ്ട് എനിക്ക് അങ്ങനെ തോന്നണേ. എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഞാൻ ചെല്ലട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. ഓക്കെ, ശരി. പേസ്ട്രി ഓർഡർ ചെയ്യാം. ഡോ തനിക്കെന്തോ പറ്റിയേ? ഒന്നുമില്ല, ഒരു തലവേന. തലവേന ഇപ്പൊ തുടങ്ങിയതാണോ? അല്ല, ആ എന്താ അറിയില്ല. വെറുതെ കള്ളം പറയല്ലേ. ഞാൻ പാർക്കിൽ ഇരിക്കുമ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. കറക്റ്റ് പറഞ്ഞാൽ ലക്കി കല്യാണക്കാര്യം പറഞ്ഞു തൊട്ട് അർണോൾഡിന്റെ മുഖം പോവാൻ തുടങ്ങിയതാ. അതാ പൊട്ടിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. താൻ കാര്യം പറയടോ. എടോ, എൻ്റെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത്. എൻ്റെ അച്ഛൻ ഞങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതുവരെ. എൻ്റെ പഠിത്തത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ആഗ്രഹത്തിനൊന്നും എൻ്റെ അമ്മ ഇതുവരെ ഒരു തടസ്സവും നിന്നിട്ടില്ല. ഇപ്പം ഞാൻ തുടങ്ങിയ എൻ്റെ ബിസിനസ് പോലും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തുടങ്ങിയാണ്. അതും വീടും പറമ്പൊക്കെ പണയം വെച്ച്. എന്നിട്ടും എൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മക്ക് ലക്കിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എപ്പോൾ വിളിക്കുമ്പോഴും കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടാണ് ഇവളിങ്ങനെ ധൃതി കൂട്ടുന്നത്. ശരി, ഇപ്പൊ തന്റെ തീരുമാനം എന്താ? കല്യാണം വേണ്ടാന്നാണോ? അല്ല, ലക്കിയാണ് ഒരു ലൈഫ്, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ കുറച്ച് ബാധ്യതകളുണ്ട്. സോ കുറച്ച് ടൈം വേണം. എന്നാ പിന്നെ നിനക്കിത് അവളോട് നേരിട്ട് പറഞ്ഞൂടെ? പറയണം, പക്ഷെ തനിക്കറിയാലോ അവളിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എങ്ങനെയാണ് അവളോട്? എന്തായാലും പറയണ്ടേ? ഇതിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഇതിന്ന് ഒഴിവാൻ വേണ്ടിയിട്ടാണെന്ന് അവൾ വിചാരിക്കും. പിന്നെ ഞാനങ്ങനെ തനിക്കങ്ങനെ തോന്നൂടി? എൻ്റെ അർണു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? ഞാൻ എന്ത് ഇതുവല്ലോ അറിയാണ്ട് ജീവിക്കണ ആളാ? ശരിയാ, അമ്മ വന്നപ്പോൾ ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിപ്പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ വരെ മറന്നു. നോക്ക്, നമ്മൾ രണ്ടുപേരും നല്ലോണം സെറ്റിലായിട്ട് മതി നമ്മുടെ കല്യാണം. ഓക്കെ അല്ലേ? ആശ്വാസമായി. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്കെന്തോ കഴിക്കാൻ മൂടില്ല. എന്തുപറ്റി? വിശപ്പില്ല. അല്ല, ബില്ല് ഞാൻ ചെയ്തോളാം. എന്നാ ഒരു ചിക്കൻ സാൻഡ്വിച്ചും കോൾ കോഫി. എന്തിനാ രണ്ടും കൂടി എന്റെ പുറകെ തൂങ്ങി കിടക്കുന്നത്? സാം പറഞ്ഞ അവന് ഡയലോഗ് കിട്ടിയില്ല. സ്റ്റേജ് പറയണം, അവൻ്റെ അലോട്ടില്ല. സമയം ഞാൻ കൊണ്ടെത്തരാം ഡയലോഗ്. അതല്ലടാ, ഇപ്പം രാവിലെ മുതൽ വെറുതെ ഇരിക്കല്ലേ. അപ്പം ഡയലോഗ് കുറച്ച് നേരത്തെ ഇട്ടിരുന്നെങ്കിൽ മനപ്പാടാക്കായിരുന്നു. അപ്പൊ സീനിൽ കിടന്ന് വെറുതെ തപ്പണ്ടല്ലോ. എടാ, നിനക്ക് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളൊക്കെ അറിയില്ലേ? എനിക്കറിയാം. അപ്പൊ പക്ഷെ ഇവൻ അറിയോന്നറിയില്ല. അയ്യോ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അയ്യോ, ഇപ്പൊ ഇവന്റെ റോഡ് പോയി കാണുമല്ലേ? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എടാ, നിനക്ക് ആ ഈ എന്നൊക്കെ പറയാൻ അറിയാലോ? ആ, അതറിയാം. ഓക്കെ, അത് മതി. ആ എടാ, നിനക്ക് കാര്യം മനസ്സിലായ? ഇതെന്തോ ഒരു മ്യൂസിക് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. സാധകമൊക്കെ ചെയ്ത് വരായിരുന്നല്ലേ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ തിരിഞ്ഞു നോക്കരുത്. പ്രമിത അവീനെ നോക്കണ്ട്. ആണോ? അപ്പൊ അവനോട് പറഞ്ഞാലോ? ഇപ്പൊ പറയണോ? പറയാം. അവി 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 എന്താടാ ഡയലോഗ് തരാടാ? അതല്ല, ആ പ്രമിതയ്ക്ക് നിന്റെ അടുത്തൊരു സോഫ്റ്റ് കോൺട്രോ കളിയാ. സോഫ്റ്റ് അല്ല, ഹാർഡാണ്. കുറച്ച് ഹാർഡാണ്. നിങ്ങളോട് പറഞ്ഞില്ല, സിംറ്റംസ് കാണിച്ചു. പണി പാളിയാ. പാളും. എന്റെ പൊന്നല്ലേ, നിനക്ക് മാത്രം എങ്ങനെയാണ് ഇത് ഇവിടുന്ന് വണ്ടി വിളിച്ചു വരും? മാങ്ങത്തിൽ മനുഷ്യന് ടെൻഷനായല്ല. ദൈവമേ, പണി എടുക്കുന്നിടത്ത് കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ഉള്ള കോൺസെൻട്രേഷൻ കൂടി പോകും. നിങ്ങൾ വന്നേ, മേക്കപ്പ് ഉണ്ട്. അപ്പൊ ഡയലോഗ് വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. അതാണ് ഡയലോഗ്. അവൻ അക്ഷരമാല അറിയാൻ ചോദിച്ചപ്പോഴേ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിയതാ. നീ എന്നടാ പുള്ളിയെ പറഞ്ഞത് മ്യൂസിക് ബേസ് കഥയാണെന്ന്? എടാ അവിനാശേ, സാമദ്രോഹി. Start sound. Roll, sir. Start camera. Rolling. Action. അവന്റെ ഒരു അക്ഷരമാല.
മൊത്തം സെറ്റാക്കിയിട്ട് എന്നെ നീ വിളിച്ചാൽ മതി കേട്ടോ. കിടക്കാം. ആ ഇതേ ഇപ്പൊ കഴിഞ്ഞ ഉടനെ കിടക്കാലോ. അതെന്തായാലും നന്നായി. നീ കഴിച്ചോ? ഏയ് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഏട്ടാ, 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഡാടാ എന്റെ കുറുക്കം വിളിക്ക് അത്ര സൗണ്ട് ഒന്നുമില്ല കേട്ടാ. അതെ അതെ, 2 ദിവസമായിട്ട് ഞാനിവിടെ ജുറാസി പാർക്കിലാണ് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ചുമ്മാ ഡയലോഗ് അടിക്കാണ്ട് പണിയെടുത്തിട്ട് വേഗം കിടന്നുറങ്ങാൻ നോക്ക്. ചേട്ടാ ഫുഡ് കഴിച്ചാ? ഞാൻ ഫുഡ് കഴിച്ചു, കുളിക്കണം. ആ കുളിക്കും, ഞാൻ പെട്ടെന്ന് എടുക്കട്ടെ. വോയിസാ? എടാ തെണ്ടി അവിനാശേ, അവൻ്റെ ഒരു വ്യത്യസ്ത കഥാപാത്രം. എൻ്റെ സാമോൻ ഇവിടെ ഉറക്കത്ത് കിടന്ന് സോംബി സോംബി എന്ന് പറഞ്ഞ കരയാടാ. ആ പിഞ്ചു കുഞ്ഞിന് വല്ലതും സംഭവിച്ചാണ്ടല്ലോ പന്നേ. ഗുഡ് നൈറ്റ്. പോയി കിടന്നുറങ്ങണ കോഴികളെ. ഗുഡ് നൈറ്റ്. പ്ലേ കൊടുക്കണ അല്ലേ? കൊടുത്തേക്കാം, ഒരു പ്രശ്നമില്ല. നോ, ഇയാളെപ്പോ വന്നു? ചേട്ടാ ചേട്ടാ ചേട്ടൻ, ഈശ്വരാ, എടാ കാശമ്പാട് എണീക്കണോ? എടാ അവിടെ നിന്ന് പ്രാകല്ലടാ. എടാ ഞാൻ വലിയ സംവിധാനമാകുമ്പോ നിങ്ങക്ക് പറയാനുള്ള കഥയല്ലേ ഇത്? ഉറങ്ങേ ഇത്ര നേരത്തെയാ? എടാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കളിയാ, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞു. എടോ കൊന്നാലാ?